അതെ, വളരെ വളരെ മ്ലേച്ഛമായ ഒരു പ്രവർത്തന ശൈലിയാണ് ഈയിടെയായിട്ട് നമ്മുടെ പാർട്ടിയുടെ അണികളിൽ നിന്നും നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമാണിത്. എനിക്ക് ലജ്ജ തോന്നുകയാണ് നിങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ. നടരാജനൊന്നും അറിഞ്ഞൂടാ അല്ലേ നടരാജ? അയ്യോ അതെ, ഞാനും ഇതാരെന്നറിയാം. ഇത് തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവാണ്. നമ്മളെ ഈയിടയ്ക്കുള്ള സെക്രട്ടേറിയറ്റിലെ പ്രകടനം ടി വിയിൽ അദ്ദേഹം കണ്ടിട്ട് അത് അദ്ദേഹത്തിന് വളരെ നാണക്കേടുണ്ടായിട്ട് ഇവിടെ വന്നൊക്കെ എന്നെ അന്വേഷിച്ചു. നിങ്ങളെയൊക്കെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ ഇടയ്ക്ക് നടത്തിയ ലാത്തി ചാർജ് ഉണ്ടായ പ്രശ്നം, അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയും? നമ്മളെ പ്രവർത്തനം എങ്ങനെ ഉണ്ടായി? ആൾക്കാർ പങ്കെടുത്തില്ലേ? മേടിക്ക്, അതിനൊന്നും ഇനി കുറവ് വരുത്തണ്ട. അങ്ങനെ തന്നെ പൊക്കോട്ടെ. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ഈ ഇടയ്ക്ക് നമ്മൾ സെക്രട്ടറി പഠിക്കൽ ഒരു സമരം ചെയ്തു. അവിടെ ജലപീരങ്കി ഒരു സൈഡിൽ കിടക്കുന്നു. തൊട്ടപ്പുറത്ത് സെക്രട്ടേറിയറ്റിന്റെ ഏതോ ബിൽഡിങ്ങിന്റെ ഒരു പൈപ്പ് പൊട്ടി വെള്ളം ചീറ്റിയപ്പോ തന്നെ ജലപീരങ്കി അടിച്ചതെന്ന് പറഞ്ഞ് എല്ലാവരും ഓടിയില്ലേ? ഇതിൽ പറ നാണക്കേട് ഇനി എന്തുകൊണ്ട്? എന്റെ പൊന്നു മെമ്പറേ, നമുക്ക് ജീവന് പേടിയില്ലേ? നമുക്കും കുടുംബവും കുട്ടികളൊക്കെ ഇല്ലേ? ഈ പറയുന്നൊന്നും എനിക്ക് ഈ ചേട്ടനൊന്നും ഇല്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? മെമ്പറിനൊക്കെ സെറ്റപ്പ് അല്ലേ? നമുക്ക് പാവപ്പെട്ടല്ലേ? ആ രീതിയിലുള്ളതില്ല. ഫസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ പോലും നമ്മൾ തയ്യാറാവണം. പാർട്ടിക്ക് വേണ്ടി മരിച്ചതിന് കുടുംബത്തിന് ചെലവ് നിങ്ങൾ എടുത്തു. കുടുംബത്തിന് നമ്മൾ വേണ്ട സഹായം ചെയ്തു കൊടുക്കൂലേ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ. മെമ്പർ പറയുന്ന കാര്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഈ ഒരു ചോരത്തിളപ്പ് നിങ്ങൾ ആ പ്രകടന സമയത്ത് കാണിച്ചെങ്കിൽ എന്ത് വേണം? മീറ്റിംഗ് ഇപ്പോ നമ്മളെ പാർട്ടി ഇതപ്പോ എത്ര പേരുണ്ട്? 30 പേരുണ്ട് ഇവിടെ പങ്കെടുക്കേണ്ട ഈ മീറ്റിംഗിൽ. ഇപ്പൊ ഉള്ളത് എത്ര? 3 പേര്. എന്താ കാരണം? ഞങ്ങൾക്കറിയില്ല. നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്ത കുറവ്. ഞങ്ങൾക്ക് മാത്രമല്ല മെമ്പറിനുണ്ടല്ലോ ഉത്തരവാദിത്വം. ദിനേശിന്റെ ഭാര്യ പ്രസവിച്ചെടുക്കുന്നുണ്ട്, അങ്ങോട്ട് പോയി. ദിനേശന്റെ ഭാര്യ ഇത് മാസം പ്രസവിക്കാണ്. എപ്പോ ചോദിച്ചാലും ദിനേശന്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുകയാണ്. ഇങ്ങനെയുള്ള ഞാനിതാ പറഞ്ഞത്, പാർട്ടി പ്രവർത്തിക്കാനുള്ളവര് കുടുംബം എല്ലാം ഉപേക്ഷിച്ചിട്ട് നിൽക്കണം, അതിന് തയ്യാറായി നിൽക്കണം. കുടുംബമൊക്കെ ഉപേക്ഷിക്കാൻ പറ്റില്ല മെമ്പറെ. പറ്റില്ലെങ്കിൽ നിങ്ങൾ പാർട്ടി വിട്ടിട്ട് പോവാം. ഇവിടെ കിട്ടുന്ന പൈസ അല്ല, അവിടെ നിന്ന് കിട്ടുന്ന പൈസ അല്ല, നമുക്കൊന്നും കിട്ടില്ല. മെമ്പർ തന്നെ കൊണ്ടുപോകുന്നത്. നമുക്ക് എന്ത് ചെലവുണ്ടെങ്കിലും കിട്ടും. ചൊറിയണ വർത്താനം പറയല്ലേ? വർത്താനമല്ല, ഞാൻ സത്യമായിട്ടുള്ള കാര്യം തന്നെ പറഞ്ഞത്. എന്ത് സത്യം പറഞ്ഞു? നിങ്ങൾക്ക് സത്യമാരുടെ കാര്യം തന്നെ മെമ്പറെ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും അറിയാം. എവിടെ ചോദിച്ചു നോക്ക്. ബാക്കിയുള്ള ഇനി വരാറുണ്ട്, അവിടെ നിന്ന് ചോദിച്ചു നോക്ക്. പലർക്കും പിരിക്കുന്ന കാശ് മെമ്പർ എന്നോട് കൊണ്ടുപോകണം. നമുക്ക് കിട്ടണമെങ്കിൽ അതിന്റെ കൃത്യമായ കണക്കുണ്ട് ഇവിടെ. കണക്ക് എന്തോ കണക്ക്? എന്ത് കണക്കാണ്? കള്ള കണക്കല്ലേ നമ്മൾ ബോധിപ്പിക്കുന്നത്. പറയരുത് കേട്ടാ. തോന്നിയല്ല, സത്യവസ്ഥ തന്നെ ഞാൻ പറയുന്നത്. നീയൊക്കെ പിരിക്കാൻ ചെന്നാലും മതി. നീയൊക്കെ ചെല്ലുമ്പോ തന്നെ പറയുന്നുണ്ട് ഗുണ്ടാ പിരിവെന്ന്. എന്തോ പിരിവിന് മെമ്പർ മാത്രമേ പോകുള്ളൂ, ഞങ്ങളെ കൊണ്ടുപോകില്ല. അവിടെ കിട്ടുന്ന കാശല്ല കീശല്ലേ ആക്കുന്നത്. നിന്റെയൊക്കെ മര മോന്ത കണ്ടോ? തരണ പിരിവ് പോലും തരാതെ. ഇയാളെ നല്ല മോന്ത, എന്റെ മറ്റേ മര മോന്തല്ലേ? ഞാൻ പാർട്ടിയിൽ ഒരു മുതിർന്ന നേതാവാണ്. എന്ത് മുതിർന്ന വേണമെങ്കിൽ പാർട്ടിന്ന് പുറത്താക്കും. പുറത്തേക്ക് പാർട്ടി മീറ്റിംഗ് ആണ്. സത്യമായിട്ട് സംസാരിക്കണം. കള്ളക്കളിയെല്ലാം ഞാൻ പൊളിച്ചെടുക്കും. പാർട്ടി മീറ്റിംഗ് നിനക്ക് പാർട്ടിയുടെ മീറ്റിംഗ് കൂടാൻ നിന്റെ വീടിന് പുറത്ത് വെച്ച് വേണം കേട്ടോ. ഇത് എന്റെ വീടാണ്. ഇവിടെ വന്ന് നിങ്ങളുടെ തോന്നിയ നടക്കില്ല. എല്ലാവരും പോ. ഇതെന്റെ പാർട്ടി. നിന്റെ പാർട്ടി പരിപാടിയൊക്കെ പുറത്ത്, വീട്ടിനുള്ളിൽ പരിപാടി പറ്റില്ല. ഞാൻ 5 മണിക്ക് ഓഫീസ് വിട്ട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലേ പിന്നെ നീ എന്താണ് ഈ പരിപാടി ചെയ്യണേ? എന്താ ആൾക്കാടി? ഇവരോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടില്ലേ ഈ വക പരിപാടികളോടെ പറ്റില്ല എന്ന്? സമ്മതിത്തരം കാണിക്കാൻ നീ മെമ്പറേ. ഈ പരിപാടിയൊക്കെ നിന്റെ വീടിന്റെ പുറത്ത് വെച്ചാണത്. എന്റെ വീടിന്റെ ഉള്ളിൽ പറ്റില്ല കേട്ടാ. ഒരു കാര്യം ഞാൻ പറയാം, നാളെ ഇറങ്ങി ഗുണപ്പെടുന്നു. ഇനി നീ വേണ്ട ഇവിടെ. നീ പോണ അറിയോ? എനിക്ക് പിന്നെ ഭ്രാന്തല്ലാതെ ഞാൻ ഇതിനോട് എത്ര പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടി വേണ്ടെന്ന്. കൊണ്ടുപോകുന്നു. നിങ്ങളാരാണ്? കറിയപ്പോ ഓവസേടോ കൂടൊക്കെ ഒന്നും എന്റെ വീട്ടിൽ വേണ്ട. ഇത്രയും നാൾ ഞാൻ സൈക്കിൾ ക്ഷമിക്കുകയും ചെയ്തു. അത് ഞാനും അവനും മാത്രമുള്ളപ്പോ എന്റെ അണികളെ ഉപയോഗിച്ചാണ് അവൻ എന്നെ കൊച്ചാക്കിയത്. അവൻ ശ്രദ്ധിക്കൂലടി. പക്ഷെ എനിക്കത് ശ്രദ്ധിച്ചേ പറ്റൂ. അവന്മാരുടെ മുമ്പിൽ ഞാൻ ഇനി എങ്ങനെ ഇറങ്ങി നടക്കും?
നീ പറ. ശരിയാണ് അവൻ കാണിച്ചത് തെറ്റാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇവിടെ താമസിക്കല്ലേ. അതാണ് നമ്മൾ ചെയ്യണ ഏറ്റവും വലിയ തെറ്റ്. എന്ത് പറഞ്ഞാലും കേട്ടോണ്ട് ഇവിടെ കിടക്കും അവൻ വിചാരിച്ച്. മതി തങ്കം മതി. അവന് നമ്മളോടൊക്കെ വല്ലാണ്ട് സ്നേഹമുണ്ട്. അവന് സ്നേഹമില്ല, മണ്ണാങ്കട്ടയില്ല, അവനൊരു പുല്ലുമില്ല നമ്മുടെ അടുത്തൊന്നും. എടുക്ക്. നമ്മൾ എന്തിനി ഇവിടുന്ന് ഇറങ്ങണം. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. ചുമ്മാരി എന്താ പറയണ ക്ലീറ്റ എല്ലാം ഓർമ്മിച്ച് ആലോചിച്ചാണ് പറയണത്. ഇറങ്ങണം ഇവിടുന്ന്. മതി. ഞാൻ നിന്റെ കെട്ടിയവനാണ്, ഞാനാണ് വിളിക്കുന്നത്. നിനക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ ഇറങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് എവിടെ പോവാനേ പറയണേ? നമ്മളെ വീട്ടിൽ നിന്ന് എവിടെ പൊക്കൂടാടി? എവിടെ പോയാലും മനസമാധാനം അന്തസ്സും ഉണ്ട്. ഇവിടെ കിടക്കണ എവന്റെ വായി ഇരിക്കണത് കേട്ട്. ഇതിപ്പോ ആദ്യത്തെ സംഭവമൊന്നുമല്ല. നിങ്ങൾ തമ്മിൽ പല പ്രാവശ്യം തല്ലു പിടിച്ചിട്ടുണ്ട്, വഴക്കിട്ടിട്ടുണ്ട്. ഒരാവശ്യം വരുമ്പോ നിങ്ങളെല്ലാം മറന്ന് കൂട്ടുകൂടുകയും ചെയ്യും. ഇതും അത്രേ ഉള്ളൂ. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അവനെ ഞാൻ സ്നേഹിച്ചു പോയി. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. പക്ഷെ അവൻ ഇത്രയും നികൃഷ്ടമായ ഒരു ജീവിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ നാളെ വന്ന് ക്ലീറ്റോട് മാപ്പ് ചോദിക്കും. ഇല്ല, അവന്റെ മാപ്പും വേണ്ട, ഒരു ഓപ്പും എനിക്ക് വേണ്ട. എടുക്കാനുള്ളത് എടുക്ക്. പാതിരാത്രി എങ്ങോട്ട് പോയാലും ബസ് സ്റ്റാൻഡിലോ കടത്തുന്നല്ലോ എവിടെ വേണേലും കിടക്കാം. കൊച്ചിനെ നിങ്ങൾ എന്ത് ചെയ്യാനും ഉദ്ദേശിക്കുന്നത്? കൊച്ചൊക്കെ എന്റെ കൂടെ ഉണ്ടാവും. ഞാനാ വിളിക്കണം നിന്നെ. നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വരാം. എനിക്ക് ക്ലീറ്റോന് വിശ്വാസമാണ്. ക്ലീറ്റോന്റെ കൂടെ തന്നെ നിൽക്കാം. ക്ലീറ്റോ ഒരു കാര്യം ചെയ്യും. ഇല്ല, ക്ലീറ്റോ ഞാൻ പറയണൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. ഇന്നൊരു രാത്രി ക്ലീറ്റോ ക്ഷമിക്കും. നാളെ നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്തിന് ഇന്നൊരു രാത്രി ഇവിടെ എങ്ങനെ മനസ്സമാനായിട്ട് ഞാൻ ഇരിക്കും? ക്ലീറ്റോ ഇനി ഈ വീട്ടിൽ കാല് കുത്തില്ല. നമുക്ക് അതിന് വാടക വീടെടുത്ത് അങ്ങോട്ട് മാറാം. അത് നല്ലത്. കുഞ്ഞൊക്കെ ഒരു കുഴപ്പമില്ല. കുഞ്ഞിനെയൊക്കെ നോക്കാം, എനിക്കറിയാം. വേണ്ട, നാളെ രാവിലെ ആവട്ടെ. നേരെ ഒന്ന് വിളിത്തോട്ടെ. എന്നിട്ട് എന്താന്ന് വെച്ചാൽ ക്ലീറ്റോ ചെയ്തോ, ഞാൻ കൂടെ നിന്നോളാം. അതെ, അവന്റെ എന്തുകൂടെ നിന്റെ പ്രശ്നം പറ. നീ എന്ത് ഇത്ര വിഷമിച്ച് നിൽക്കുന്നു? പ്രശ്നമൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. ഇനി എന്തോന്ന് ഒന്നെന്ന് പറയാൻ. നീ അവിടെ വീട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കിയതല്ലേ, ബഹളം ഉണ്ടാക്കിയത്? ഞാനല്ല അടി ഉണ്ടാക്കിയത്. എന്റെ അളിയെ കാണിച്ച തോന്നിയ ദിവസമൊക്കെ നീ അറിഞ്ഞില്ലേ? നിന്റെ അളിയെ എന്തോ കാണിച്ചു? ഞാൻ ചോദിച്ചു നോക്കുന്നല്ലേ എന്തായിരുന്നു നടരാജ അവിടെ നടന്നത്? നടരാജന്റെ കഴുത്തിന്റെ മുകളിൽ തലയുണ്ടായത് ഭാഗ്യം. അവർ ഇന്നലെ കസേരയുടെ തലമണ്ട അടിച്ച് പൊട്ടിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. എടാ, പാർട്ടി സമ്മേളനമൊക്കെ വീട്ടിലാണോ നടത്തുന്നത്? അതിനൊക്കെ വല്ല പാർട്ടി ഓഫീസിൽ? അത് പാർട്ടി ഓഫീസ് ഓടിട്ടോണ്ടിരിക്കുകയായിരുന്നു. അവിടെ ചോർന്നൊലിച്ച് ഓടൊക്കെ മാറ്റിക്കൊണ്ടുണ്ടല്ലേ ഞാൻ ഇന്നലെ ഒരു അടിയന്തര മീറ്റിംഗ് വീട്ടിൽ കൂടിയത്. അപ്പൊ അവിടെ ഇങ്ങനെയൊക്കെയാണ് കാണിക്കാൻ. ഒന്നുമില്ല, ഞാൻ അവന്റെ പെങ്ങളെ കെട്ടിയതാണല്ലോ. അതിനിപ്പോ എന്തോ നിന്റെ പ്രശ്നം പറ. ഞാൻ ഇനി ആ വീട്ടിലോട്ട് കാല് കുത്തില്ല. ഞാൻ തീരുമാനിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി എനിക്ക് ആ വീട്ടിൽ കിടന്ന് ഉറക്കം വരില്ല. ഞാൻ ആ വീട്ടിൽ കയറൂല. അളിയാ, നിനക്കൊരു വീട് ഒപ്പിച്ചു തരാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും. എടേ, നീ വിഷമിക്കണ്ട. വീടൊക്കെ ഞാൻ ഒപ്പിച്ചു തരാം. എന്റെ കെയറോഫിൽ ഒരു വീടുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറയാം, പതിവായിട്ട് നീ കൊണ്ടുപോയി എന്നെ തള്ളിയിടണം ഉടായ്പ. അതാണെങ്കിൽ നടക്കൂല. ഞാൻ എന്റെ അവസ്ഥ നിനക്ക് അറിഞ്ഞൂടാ. നിക്കണ ഒളിച്ചു പോയ ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതാണ്. നീ വിഷമിക്കണ്ട. ഞാനൊരു വീട് എൻ്റെ കെയറോഫിലുണ്ട്. നല്ല വീടാ. എങ്ങനെ മുറി സൗകര്യമൊക്കെ? 3 ബെഡ്റൂം ഉണ്ട്. 3 അറ്റാച്ച്ഡ് ആണ്. കാർ പോർച്ച് ഉണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്. നല്ല കാറ്റൊക്കെ കിട്ടുന്ന ഏരിയ ആണ്. കറണ്ട് പോകത്തേ ഇല്ല. അവിടെ എല്ലാം അപ്പുറത്തെല്ലാം VIP കളാണ് താമസിക്കുന്നത്. വാടക എങ്ങനെ വരും? വാടക ഒരു 8000 രൂപ പോലെയാ. അതെ, ഇതിന് നടക്കുമോ? നീ എന്തോ ഉദ്ദേശിക്കുന്നത്? ഇതിന് 3000. 3000-ന് അതിൻ്റെ വീട്, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു പട്ടിക്കൂടുണ്ട്. അത് വരെ തരത്തില്ല. നിനക്ക് 3000 രൂപയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. 3000 രൂപയ്ക്ക് തകരം മേഞ്ഞ വീടൊക്കെ കിട്ടത്തുള്ളൂ. അതിൻ്റെ തറയൊന്നും ഉണ്ടാവത്തില്ല. നിന്നെ പോലുള്ള ഒരു പാർട്ടി പ്രവർത്തനം ആ വീട്ടിൽ താമസിക്കാൻ പറ്റൂടെ? അതാണിപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. അതല്ലേ, നോക്കിയ വീടുകളെല്ലാം ഒരുപാട് ചെറിയ കോഴിക്കൂട് പോലത്തെ വീടുകളും. ഞാൻ അവിടെയൊക്കെ പോയി കിടന്ന ആൾക്കാരെന്ത് പറയില്ല. അതല്ല, നീ ഇപ്പം പെട്ടെന്ന് അവിടുന്ന് എടുത്ത് ചാടി ഇറങ്ങിയാൽ ഈ വാടക കൊടുക്കാനൊക്കെ ഉള്ള പാങ്ങ് നിൻ്റെ കയ്യിലുണ്ടോ? വാടകയൊക്കെ കൊടുക്കാം. അതിനിപ്പോൾ അതിനുള്ളത് കൂടെ തങ്കം ചവിട്ടണം. തങ്കം ചവിട്ടിയാൽ നിന്റെ കാല് പോകില്ലല്ലോ. അത് അവള് ചവിട്ടിക്കോളും കേട്ടോ. നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമെന്ന് പറയണേ, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോന്നി. എടേ, ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. പാലായിൽ നിന്റെ പേര് സ്ഥലമില്ലേ? പാലായിൽ സ്ഥലമുണ്ട്, പക്ഷേ അത് എൻ്റെ പേരിലൊന്നും ആയിട്ടില്ല. അപ്പച്ചൻ്റെ കാലശേഷമൊക്കെ എനിക്ക് എഴുതി തരും. ആരെയാ? നിന്റെ പേര് സ്ഥലമില്ലല്ലോ. അപ്പം നമ്മൾ രക്ഷപ്പെട്ട് വകുപ്പുണ്ട്. എന്തെന്ന്? എടേ, ഇപ്പം വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കൊടുക്കുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന്. അതെനിക്കറിയാം. ഞാനും 3-4 പേർക്ക് വാങ്ങിച്ചു കൊടുത്തല്ലോ. 4 സെന്റ് സ്ഥലം കൊടുക്കണുണ്ടല്ലോ. അപ്പൊ നീ ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്വന്തം കാര്യം വന്നപ്പോ നിനക്ക് ചെയ്യാൻ മേല അല്ലേ? അയ്യേ, ആ സ്ഥലമൊക്കെ ഞാനൊക്കെ മേടിച്ചിട്ട് വീട് വെക്കാന്ന് പറഞ്ഞാൽ മോശം. അത് പാവങ്ങൾക്ക്, ഇതില്ല, നിവർത്തിയില്ലാത്തവർക്കാണ്. എടേ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സെറ്റപ്പ്, പാർട്ടി മീറ്റിംഗ് ഒക്കെ കൂടാനുള്ള ഒരു സെറ്റപ്പ് എന്ന് നീ പറഞ്ഞാൽ പോരെ.
എടേ നീ ആ സ്ഥലം എടുത്ത് രജിസ്റ്റർ ചെയ്ത് നിന്റെ പേരിലായി കഴിഞ്ഞാൽ ബാങ്കിൽ കൊണ്ടുപോയി ലോൺ എടുക്കാം. അതൊക്കെ കിട്ടും, ലോൺ കിട്ടും. പക്ഷെ എന്നാലും ഞാൻ അവിടെ വീടൊക്കെ വെച്ചിട്ട് അത് മോശമല്ലേ, അതൊന്നും ശരിയാവൂല. എടേ നീ ഞാൻ പറയുന്ന കേക്ക്, ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ വാടക കൊടുക്കുന്ന പൈസ പോരെ ലോൺ അടഞ്ഞു പോവില്ലേ? എടേ നടരാജ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അപ്പൊ അങ്ങനെ സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ വീട് വെക്കല്ലേ? പിന്നല്ലാതെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മളെ പാർട്ടി ഓഫീസാണ്, പാർട്ടി മീറ്റിംഗ് ആണെന്നൊക്കെ പറയാല്ലേ? ചെറിയ ഇടത്താവളമാണെന്നങ്ങ് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ അത് ചെയ്യാം. അപ്പൊ അതിന് വേണ്ട ഏർപ്പാടുണ്ടാക്കാം അല്ലേ? ലോൺ ഞാൻ എടുത്തു തരാളിയാ. ബാങ്കിലെ മാനേജർ എന്റെ പരിചയക്കാരനാ, ലോൺ ഞാൻ റെഡിയാക്കി തരാം. അപ്പൊ ഞാൻ ഈ സ്ഥലം വാങ്ങിക്കാനുള്ള ബാക്കി നീ അതിനുള്ള ഏർപ്പാട് നോക്കും. ഞാൻ എന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കാം. നാത്തൂനെ നാത്തൂനെ എന്തിയാ? ഞാൻ വെറുതെ നിൽക്കായിരുന്നു. എന്താ വന്നേ നീ? എന്താ ഇങ്ങനെ ആയിക്കണേ? നാത്തൂന് അറിയാലോ, ഏട്ടൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നേ ഉള്ളൂ. അതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാവരുടെയും വാശി നടക്കട്ടെ. എന്താ വാശി? എന്നെക്കാ കൂടുതൽ ഏട്ടനെ നാത്തൂനല്ലേ അറിയണ്. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോന്ന് വെച്ചിട്ട്. അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. അവനവൻ്റെ കാര്യം പറഞ്ഞു, ക്ലീറ്റോൻ്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ കൂടുതൽ പറയാനൊന്നുമില്ല, പോവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പോവാൻ പറ്റുമോ നാത്തൂന്? എന്താ ചെയ്യണേ? ക്ലീറ്റോച്ചനോട് പറ പോണ്ടെന്ന്. ക്ലീറ്റോ സമ്മതിക്കില്ല. എനിക്കെൻ്റെ ആങ്ങളുടെയും അമ്മയുടെയും നിങ്ങളുടെയൊക്കെ അടുത്ത് നിൽക്കാനായിരുന്നു ഇഷ്ടം. അത് പറ്റില്ല എന്ന് അവൻ തന്നെ തീരുമാനിച്ചു. അല്ലെങ്കിൽ അവനായിട്ട് വിചാരിക്കണം, എൻ്റെ പെങ്ങളാണ്, ക്ലീറ്റോനെ പോലെ ഒരാളുടെ കൂടെ അവൾ ഒറ്റയ്ക്ക് പോയി നിൽക്കാൻ പറ്റില്ല. നാത്തൂനും കൂടി ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നാത്തൂൻ പറ ക്ലീറ്റോച്ചനോട് പോണ്ടെന്ന്. എന്താണെങ്കിലും മാറണം ഒരു ദിവസം. അത് എത്രയും നേരത്തെ അതല്ലേ നല്ലത്. അതിങ്ങനെയാണോ വേണ്ടത്? ഇവിടുന്ന് വഴക്കിട്ട് പോയ സമാധാനം കിട്ടുമോ? ഇല്ലെന്നേ, വഴക്കൊന്നുമില്ല. ആർക്കാ വഴക്ക്? വഴക്കൊന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. എന്തിനെൻ്റെ ആങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. വിഷമിക്കല്ലേ? നാത്തൂര് തോന്നണ്ട നിങ്ങൾ ഇവിടുന്ന് പോയ ഏട്ടൻ സമാധാനമായിട്ടിരിക്കുന്നു. അതിന് ദൂരോട്ടൊന്നും അല്ലല്ലോ, ഇടയ്ക്കൊക്കെ വന്ന് കാണാലോ. അത് പോരാ, ക്ലീറ്റോച്ചനോട് പറ പോണ്ടെന്ന്. ഞാൻ ചായ എടുക്കാം. വേണ്ട, എനിക്കും പറ്റില്ല. അതുകൊണ്ടല്ലേ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ ഈ ചെയ്തത് ശരിയായില്ല. അമ്മാവനെ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? എടാ, അങ്ങനെ അവൻ ഇവിടെ ഒരു യോഗം കൂടിയെങ്കിൽ തന്നെ അവൻ ഒറ്റയ്ക്ക് വിളിച്ചു നിർത്തിയിട്ട് സംസാരിക്കാലോ. ഇക്കണ്ട അണികളുടെ മുമ്പിൽ വെച്ചിട്ട് നീ അവനെങ്ങനെ സംസാരിച്ചപ്പോ സ്വന്തം വീട്ടിലെ പോലും വിലയില്ലാത്തൊരു പട്ടിയായില്ലേ അവൻ. എന്താണ് അമ്മാവൻ, ഞാൻ എന്താ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ അവരോട് പറഞ്ഞു, മുമ്പ് പറഞ്ഞതാണല്ലോ ഇവിടെ വെച്ചിട്ട് ഈ പരിപാടികളൊന്നും നടത്തരുതെന്ന്. ഞാൻ അവർ നടത്തണമെന്നുണ്ടെങ്കിൽ അവന്റെ വീടിന് ഉമ്മർത്തായിക്കൂടെ? അതെ, ഇവനൊരു നേതാവാണ്. വാർഡിൽ ഓരോ വീട്ടിലെങ്ങനെ മീറ്റിംഗ്, ബൂത്ത് മീറ്റിംഗ് നടത്തണം എന്ന് പറയുമ്പോൾ അവനൊരു നേതാവ് എന്നുള്ള സ്ഥലക്ക് ഇവിടെ നടത്തേണ്ടത് അവന്റെ ഒരു അവകാശമല്ലേ? അത് അവൻ നേതാവാണെങ്കിൽ അവന്റെ വീട്ടുമുറ്റത്ത് നടത്തണം, ഇവിടെ പറ്റില്ല. ഇത് അവനവനെ പറ്റുമ്പോഴേ അറിയുള്ളൂ. അവന് നല്ല വിഷമുണ്ട്. എന്ത് വിഷമെന്ന്? എന്ത് വിഷമം? ഞാൻ ഇതിന് മുമ്പ് അവനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ഞാൻ എല്ലാവരും നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ഞാൻ വലിയ കുറ്റക്കാരനാണ്. നീ എന്നെ കുറ്റക്കാരൻ? ഇതാ അമ്മാവ, ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാ നിങ്ങൾ ഇരിക്കുമ്പോ ഞാൻ പറയണത്. കനക, നിന്റെ എടുത്തിയാട്ടം നിർത്തണം. ആരോട് എപ്പോഴും എന്തിനു സംസാരിക്കുന്നു ആലോചിച്ച് വേണം സംസാരിക്കാനുള്ളത്. ആളും തരവും കണ്ട് സംസാരിക്കണം. അവന് വെട്ടൊന്ന് മുറി രണ്ട്, ഈ സ്വഭാവം അത് നിർത്തണം. നാത്തൂന് ഇപ്പോഴും അവിടെ കരഞ്ഞോണ്ടിരിക്കുക. പിന്നെ അതിന് എന്തോരം മനസ്സ് വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നിങ്ങൾ എല്ലാവരും കൂടെ പറയുന്നത് ഞാൻ അവിടെ അങ്ങനെ ആ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനോട് സംസാരിച്ച് ശരിയായില്ല എന്നല്ലേ? ശരി, അത് ഞാൻ സമ്മതിക്കണു, ശരിയായില്ല. പക്ഷേ ഇവിടെ ഈ പരിപാടി, അതായത് ഇവന്റെ രാഷ്ട്രീയ പൊതുയോഗമൊക്കെ ഉണ്ടല്ലോ, അത് എന്റെ വീട്ടിന്റെ മുറ്റത്ത് വെച്ചാവരുതെന്ന് ഞാൻ ഇവനോട് പല പ്രാവശ്യം പറഞ്ഞതല്ലേ? പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ നിന്റെ നീ പറയരുത്. അവൻ ആര്, നീ ആര്? ഇതെന്താ നിന്റെ എടുത്തിയാട്ടം ശരിയല്ല. ആരോട് എപ്പോ എന്തിന് എങ്ങനെ സംസാരിക്കണമെന്ന് പഠിക്കണം. എന്റെ അമ്മ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് ഈ വലിഞ്ഞു കയറി വരണമെന്ന് നമുക്കറിയോ? അറിയോ? പിന്നെന്താ ഒരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം അവൻ അങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് ഒരു ഗുണമുണ്ടായി. സ്വന്തമായിട്ടൊരു വീട് വെച്ച് താമസിക്കണം എന്നുള്ള ഒരു ബോധം അവനുണ്ടായല്ലോ. ഉവ്വ്
എന്തുണ്ടായില്ലാന്ന്? അവന് നല്ല ബോധം വരും. എടാ അവനെ വിളിച്ചു പറഞ്ഞു 4 സെന്റ് സ്ഥലം മേടിച്ച് അതിലൊരു വീട് വെക്കാൻ പോവാണെന്ന്. ആര് ക്ലീറ്റസോ? എന്താ നീ അവനെ കളിയാക്കണ്? എടാ അവനൊരു രാഷ്ട്രീയക്കാരനാ. പഞ്ചായത്ത് നിന്ന് 4 സെന്റ് സ്ഥലം വീട് വെക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അതവൻ പേപ്പറൊക്കെ റെഡിയാക്കിയിട്ട് അവനെ കിട്ടാതെ ശരിയായിട്ടുണ്ട്. എന്റെ പൊന്നമ്മാവ, അതിനൊക്കെ റിസ്ക് ഉണ്ട്. സ്വന്തമായിട്ട് കുടുംബവും ഭാര്യ കുട്ടി ഇതൊക്കെ നോക്കി നടത്തണമെന്നൊക്കെ ബോധമുള്ളവരെ അത് ചെയ്യുള്ളൂ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞു ഇപ്പൊ അവന് ബോധം വന്നിട്ടുണ്ട്, ഇപ്പൊ അവൻ തയ്യാറായിട്ടുണ്ട്. അവൻ രാഷ്ട്രീയക്കാരനാണ്, അതിനുള്ള സാമർഥ്യമൊക്കെ അവനുണ്ട്. എന്നാലും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വീട്ടിൽ താമസിക്കുന്നതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലേ. അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലങ്ങോട്ട് താമസിച്ച് അവര് പറയുമ്പോ ഇറക്കി വിടണല്ല. അതിവനെ സ്വന്താ. പിറ്റകാലം തങ്കത്തിനും കുട്ടിക്കുള്ളതാണത്. അബിൽദാരുടെ മോളാണ് അവള്, അറിയാമോ നിങ്ങൾക്ക്? അതിനെന്താ? എന്നാ പിന്നെ ഇവിടെ കയറ്റി താമസിപ്പിക്കും. ഈ ഏട്ടൻ എന്തിനിങ്ങനെ ഈ എടുത്തുചാട്ടാണ് പ്രശ്നം. ചേച്ചി, ഈ തങ്കത്തിനുള്ളതാണ് ഈ വീടും വളപ്പൊക്കെ. ആ, അതവിടെ കിടന്നോട്ടെ. ഇത് അതിന്റെ പുറമെ അവർ റിസ്ക് എടുത്തിട്ട് സ്ഥലവും വീടും വെക്കുകയാണെങ്കിൽ അതെന്താ ഗുണല്ലേ? ഗുണാണ്, അത് ചെയ്തോട്ടെ. അതിന് ആർക്കാണ് പ്രശ്നം? ഞാൻ വേണ്ടാന്ന് പറഞ്ഞ അല്ല, ഞാൻ ഇപ്പൊ പറയാൻ വന്നതല്ല. അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ട് അവൻ പഞ്ചായത്തിന്റെ ഒരു സ്ഥലം മേടിക്കുമ്പോ പഞ്ചായത്ത് ഒരു നിശ്ചിത സംഖ്യ തീരുമാനിച്ചിട്ടുണ്ടാവും. അതിന് സ്ഥലവും വേറെ വേറെയാണ്. അപ്പൊ ഒരു 4 സെന്റ് സ്ഥലത്തിന് അവരൊരു വില നിശ്ചയിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ വിലക്ക് കിട്ടില്ല. അപ്പൊ അതിന്റെ കൂടെ നമ്മളും കൂടി കുറച്ച് കൂട്ടേണ്ടി വരും. അവനങ്ങനെ വല്ല കാട്ടുമുക്കിലോ പാടത്തൊക്കെ പോയി ഇരിക്കണേക്കാൾ നല്ലതൊരു നല്ല സ്ഥലത്ത് ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിച്ചാൽ അത് നന്നാവും. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട സ്ഥിതിക്ക് അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചൂടെ എന്ന് തീരുമാനിക്കാനാ അപ്പൊ ഞാൻ വന്നത്. അത് അമ്മ വരുന്നത് തീരുമാനിച്ചാൽ മതി. എനിക്ക് എന്റെ കയ്യിൽ അതിനൊന്നും കൊടുക്കാൻ 5 പൈസ ഇല്ല. ഞാൻ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നതിന് എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നീ വാശി പിടിക്കണ്ട, നിന്റെ കാലടിയും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ അളിയൻ അതിനെ മാത്രം ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നുമില്ല. പകുതി സ്വത്ത് തങ്കത്തിനാട് കൊടുക്കേണ്ടി വരും. ഏറി കളിച്ചാണ്ടല്ല ഇവിടെയൊക്കെ അത് മുറിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും. അമ്മ ഇവിടെ ഇരിക്കണ്ടല്ലോ, പിന്നെ ഞാൻ പറയണതിന് ഞാൻ കൊടുത്തോളാം എന്റെ കയ്യിലുള്ളത്. അതെ, ഇപ്പൊ അതിനൊന്നും നിക്കണ്ട. അത് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്വഭാവത്തിന് എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അത് പിറ്റകാലം അവർക്കുള്ളതാണല്ലോ. ഇപ്പൊ അവർ റിസ്ക് എടുത്തിട്ട് ഒരു വീടും വളപ്പും വെക്കട്ടെ. അതവിടെ കിടന്നോട്ടെന്ന് തന്നെ ഞാനും പറയുന്നത്. അതിനെ സഹായിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? എന്റെ കയ്യിൽ എവിടെയാണ് പൈസ? ഏട്ടാ എന്തേട്ടാ ഇത്? അവൻ അങ്ങനെ ഒരു റിസ്ക് എടുക്കുമ്പോ നീയോ റിസ്ക് എടുക്കടാ. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്ക്. നീ ഒന്നല്ലേ KCB ജോലിക്കാരനല്ലേ? എന്റെ പൊന്നമ്മ, ഇപ്പൊ തട്ടിക്കൂട്ടിയിട്ട് ഞാൻ എന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോ പിന്നെ അവസാനം ഭാഗത്ത് അതും കൊടുത്തു കഴിയുമ്പോ പിന്നെ ഞാൻ ഈ തട്ടിക്കൂട്ടിയതിന് പിന്നെ എവിടെ പോയിട്ട് ആരോട് ചോദിക്കും? കൊന്താൻ കിട്ടും എനിക്ക്. അവൻ കൊടുക്കണ്ട, എന്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തോളാം. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായം ചെയ്യാം. അത് മതി. ഇപ്പൊ ചേച്ചിയുടെ കയ്യിലും എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കാണും. ആങ്ങളാന്നുള്ള സ്ഥിതിക്ക് നീ എന്തെങ്കിലുമൊക്കെ കരുതിയിട്ട് കൊടുത്താൽ അതൊരു ഗുണത്തിൽപ്പെടും. എല്ലാരും അതാ പറയണെങ്കിൽ ആയിക്കോട്ടെ. ഞാൻ എന്തെങ്കിലും ചെയ്യാം, എന്നെ കൊണ്ട് പറ്റണ ഞാൻ ചെയ്യാം. അല്ലാണ്ടപ്പോ ആ വീടും വളപ്പം നീ വെച്ചു കൊടുക്കുകയാണെങ്കിൽ പഞ്ചായത്തിനെ ആശ്രയിക്കണല്ലോ. നീ അത് ചെയ്താൽ പോരെ? അല്ല പറയാ. ഒന്നും വേണ്ട, തക്ലീനെങ്കിലും ആലോചിക്ക്. അങ്ങനെ ചെയ്യല്ലേ? ചെയ്യാതെ അമ്മാവനും അമ്മയും എല്ലാരും കൂടെ കൂടിയിട്ട് ഈ സമയത്തെങ്കിലും നിന്റെ കള്ളലക്ഷണമുള്ള മുഖം ഒന്ന് മാറ്റിയിട്ടൊന്ന് മനസ്സ് തുറന്നു മോള്. എന്റെ അമ്മാവ ഞാനും ചെയ്യാന്ന്. അപ്പോ ഞാൻ എന്താ ചെയ്യണ്ട വെച്ചാ നിങ്ങൾ തീരുമാനിച്ചാൽ മതി, ഞാൻ തരാം. നീ എന്നെ അവനെ വിളിച്ചത് കൊടുത്തോ. അതൊക്കെ അമ്മ കൊടുത്താ മതി. അതൊന്നും വേണ്ട, പിണങ്ങിയിട്ട് പോണ്ട. നീ കൊടുക്കുമ്പോ ആ പിണക്കൊക്കെ തീരും. എപ്പോഴും കുടുംബം ആവുമ്പോ ഒരുമിച്ച് ജീവിക്കണം. നീ വേണം മുൻകൈ. എന്റെ അമ്മ എനിക്ക് പണക്കൊന്നുമില്ല, അവര് നന്നാവണം. നല്ലതല്ലേ? ആണല്ലോ. അപ്പൊ എപ്പോഴാച്ചാ ഇതാ പറയുന്നത്, ഇവൻ പാപമാണ്. ഇവന്റെ സംസാരമാണ് ശരിയാവാത്തത്. എടുത്തിയാട്ടോ. എടുത്തിയാട്ടം. അതെ, അവിടെ ഇറങ്ങിയിട്ട് വേണം ആ നടരാജന്റെ വീട്ടിൽ കൂടെ ഒന്ന് പോകണം കേട്ടാ. എങ്ങടാ രണ്ടാളും കൂടി? അമ്മാവ ഇന്നല്ലേ മറ്റേ പഞ്ചായത്തിൽ ചെല്ലാൻ പറഞ്ഞിരിക്കണേ. പഞ്ചായത്തിന്റെ ലിസ്റ്റിൽ ഞങ്ങൾ പെട്ടായിരുന്നല്ലോ. അപ്പൊ കുറച്ച് രേഖകളും കൂടി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അതും കൂടി കൊടുത്ത് നോക്കിയിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ ഇന്ന് തന്നെ രജിസ്ട്രേഷൻ നടക്കും. അതെ, നന്നായി. അതെ, അമ്മാവനോടുള്ള ഒരു മര്യാദയുടെ പുറത്താണ് ഞങ്ങൾ ഈ വിവരം പറഞ്ഞത്. അമ്മാവന് എല്ലാവരോടും വിളമ്പണ്ട. അതെ, എന്തായാലും ഒരു നല്ല കാര്യത്തിന് പോവല്ലേ. നമ്മുടെ അനുഗ്രഹം മേടിച്ചിട്ട് പൊക്കോളും. അതെ, ഞാൻ വരാ. അനുഗ്രഹം മേടിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. കനക, കനക, അവരിറങ്ങ, അതുകൊണ്ട് വിടുവാ. നമ്മുടെ അനുഗ്രഹം. സ്ഥലം എഴുതിക്കുമായിരിക്കും കേട്ടോ, പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് മക്കളെ. എന്നാലും സ്വന്തമായിട്ടൊരു കുടുംബം ഉണ്ടാക്കാനല്ലേ പോയിട്ട് മക്കളെ. കനക, അളിയാ, എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് പോയിട്ട് പോവാ.
അതെ, രജിസ്ട്രേഷന് പൈസ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ 1,00,000 രൂപ ഉണ്ട് വെച്ചു. അതെ, ക്ലീറ്റോയ്ക്ക് സ്ഥലം മേടിക്കാൻ അറിയാമെങ്കിൽ അവിടെ വീട് വെക്കാനും കുടുംബം പോറ്റാനും ക്ലീറ്റോയ്ക്ക് അറിയാം. സഹോദര ബന്ധമൊന്നും മനസ്സിലാക്കാത്ത കണ്ട തെണ്ടിയുള്ള പൈസ ഒന്നും ക്ലീറ്റോയ്ക്ക് വേണ്ട. വന്നേടി. നീ മേടിച്ചോ, പോയിട്ടോ. ഔദാര്യം ആർക്ക്? നീ വന്നേ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ. എങ്ങനെയുണ്ട്? അടാ, അതാ ദേഷ്യം കൊണ്ടാണ്. കുഴപ്പമില്ല, വീട് പണിയുമ്പോൾ കൊടുക്കാം നമുക്ക്. വീട് പണിയുമ്പോൾ കൊടുക്കാം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു ഇവയൊക്കെ പരിപാടിക്കാൻ നിൽക്കണ്ടത്. ഈ വീട് പണിയുമ്പോഴേ എൻ്റെ പട്ടി കൊടുക്കും അവന് പൈസ. എടാ അതെ, ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ എഴുന്നേറ്റ് വന്നേ. ഒന്ന് ഇന്ന് തുടങ്ങി കാലക്കേട. ക്ലീറ്റോന്റെ ഇവിടെ ഇറങ്ങി വന്നപ്പോ പോലെ തുടങ്ങിയത്. നാണം കേട്ട് ഞാൻ മടുത്തു. ഇനി നേരെ ഇനി അങ്ങ് പൊക്കോ. ഒരു കുഴപ്പമില്ലായിരുന്നു ഇവിടെ താമസിച്ചോണ്ടിരുന്നതല്ലേ. വെറുതെ വാശി കയറ്റിയിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും മാനം എന്ന് പറഞ്ഞു എനിക്കും ഉണ്ടടി. ഇപ്പോഴോ ഒരു കാര്യമായിട്ട് നടക്കയില്ല. എല്ലാത്തിനും ചാടി ഇറങ്ങി പുറപ്പെട്ട്. അതെ, ഇനിയിപ്പോ ഇവിടെ ഇരുന്ന് കരഞ്ഞ് നാണം കിട്ടാൻ നീ എഴുന്നേറ്റ് വന്നേ. കർത്താവ് നമുക്ക് വേറെ എന്തെങ്കിലും വഴി കാണിച്ചു തരും. ഇത്ര പെട്ടെന്ന് വന്നാ റേഷൻ കഴിഞ്ഞാ? ഇവളെന്തിനാ കരയണ്? എന്തേ? എന്തടാ? അതെ, ഇവിടെ ആങ്ങളെ പോലുള്ള ചതിയന്മാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു കാലത്ത് ഒരു കാര്യവും നടക്കൂല അമ്മാ. ഈശ്വര, ഇനിയിപ്പൊ അവനെന്ത് കുരുത്തക്കട കാണിച്ച്? കനക കനക, എന്താ നീ എന്താ കാണിച്ചേ? ഇവര് വന്നാ എന്തായി? ചതിയനാണ് നീ, ചതിയൻ. എന്താ കാണിച്ചേ? അമ്മാവാ, യവനെ പോലുള്ള ചതിയന്മാര് കുടുംബത്തിലുണ്ടെങ്കിലേ സർക്കാരിൽ നിന്നല്ല ഒരു മനുഷ്യനും ഒരു ആനുകൂല്യം തരൂല. എന്താ നീ കാര്യം പറയുന്ന ക്ലീറ്റസേ? ഉന്തോ എന്താന്നേ? അതെ, റേഷൻ കാർഡിൽ പേരുള്ള ആർക്കെങ്കിലും സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഒരു ആനുകൂല്യം കിട്ടൂലെന്ന്. അത് ശരിയാ, അതൊന്നും കിട്ടില്ല. അല്ല, അപ്പൊ നീ ഇതുവരെ റേഷൻ കാർഡ് മാറ്റിയില്ലേ? ഞാനങ്ങനെ വേറെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലല്ലോ. നിന്നോട് ഞാൻ എന്നേ പറഞ്ഞതാണ് ആ റേഷൻ കാർഡ് രണ്ടാക്കാൻ അല്ലേ? അതിനെങ്ങനെ? നാട്ടുകാരുടെ കാര്യത്തിന് ഓടാൻ ഭയങ്കര താല്പര്യമാണല്ലോ, സ്വന്തം കാര്യത്തിന് യാതൊരു കൂസലും ഇല്ല. ഇതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്ന അമ്മാവ. എടാ, എല്ലാവർക്കും കൂടി ഒരു കാർഡ് ആവുമ്പോ ഒരുത്തന് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ സർക്കാർ 4 സെന്റ് ഭൂമി ആർക്കെങ്കിലും വെറുതെ തരുമോ? അതാണ് വേണ്ടത്. വേണ്ടപ്പോ ചെയ്തില്ലെങ്കിൽ അനുഭവിച്ചോ. അതിന് അവന്റെ നെഞ്ഞത്ത് കുതിര കയറിയിട്ട് എന്താ കാര്യം? ഞാൻ എന്ത് നാശാന്നാ നീ പറയണത്? നീ വന്നേ. അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യ നമ്മള്? ഇനിയിപ്പം ഞങ്ങള് വാടകയ്ക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യളിയാ, ഇവിടെ ഓക്കെ ഇത് നോക്കളിയാ. അതെ, ഇന്നലെ വരെ അവിടെ താമസിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ആ വീട് ഒഴിഞ്ഞു. അവർ 4 സെന്റ് സ്ഥലമൊക്കെ വാങ്ങി വേറൊരു വീടൊക്കെ വെച്ചിട്ട് ഇപ്പം അങ്ങോട്ട് താമസം മാറുകയാണ്. ഞങ്ങളിപ്പോൾ അത് വാടകയ്ക്ക് കൊടുക്കാനിട്ടിരിക്കുക. അളിയന് വാടകയ്ക്ക് താമസിച്ചേ പറ്റുമെന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവിടെ കയറി താമസിച്ചോ. ഒരു 2500 രൂപ അമ്മയ്ക്ക് കൊടുത്താൽ മതി വാടകയായിട്ട്. അല്ല, എന്തായാലും ബുദ്ധിമുട്ടെന്ന് വെച്ചപ്പോൾ പറയണം, വേറെ ആളുടെ കൊടുക്കാനാണ്. അതിതാ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, പറ. അപ്പം അമ്മ മാസം 2500 രൂപ കിട്ടും. എത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും? Alien versus Alien.